ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഹാൽക്കോവ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അത് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ഗീ ആണെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗീ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ആദ്യം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ കിട്ടുന്ന വരെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്ക് മാറ്റിയിട്ട് ഒന്ന് നല്ലോണം ഈ പേസ്റ്റ് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബബിൾസും ഇങ്ങനെ എയറൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെന്ന്. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു അരോമ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഗോതമ്പ് പൊടി നല്ലോണം കുക്കായിന്ന്. എന്തായാലും ഒരു 10 മിനിറ്റ്സ് ഇതിനാവുള്ളൂ, അതിന് കൂടുതലൊന്നും എടുക്കൂല. പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ എന്നോട്ടെ, ഹൈ ഫ്ലെയിം വെക്കണ്ട, കരിഞ്ഞു പോകും. പിന്നെ കൈ എടുക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ കുറച്ചിങ്ങനെ ഇളക്കിങ്ങാണ്ട് നിൽക്കണം. എന്തായാലും ഈ സ്വീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കുട്ടിക്കാലത്ത് ഒരു 90s കിഡ്സിനൊക്കെ ഫേവറേറ്റ് ഒരു സ്വീറ്റായിരുന്നു ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് നമ്മൾ കഴിച്ചതാണല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ട് ഒരു കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ലൈറ്റായിട്ട് ചേഞ്ച് ആവുള്ളൂ, അധികം കളർ ചേഞ്ച് ആവാൻ പാടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ക്വയർ പാത്രത്തിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. പിന്നെ ഷുഗർ ഒരു 3/4 കപ്പ് ഷുഗർ എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ഷുഗർ നല്ലോണം തണുത്തിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യാൻ. തണുത്ത ശേഷമേ ആഡ് ചെയ്യാവുള്ളൂ, അല്ലാണ്ട് നമുക്ക് ആഡ് ചെയ്താൽ ഒരു ലിക്വിഡ് ഫോമായി പോകും. നല്ലോണം തണുത്ത ശേഷം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ബൗളിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഹാൽക്കോവ റെസിപ്പി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് റെസിപ്പി ആയിരിക്കും. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.